കടയിൽ നിന്ന് മേടിക്കാൻ ആർക്കും പറ്റും, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കടയിൽ നിന്ന് മേടിക്കാം. പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ടൊരെണ്ണം ഉണ്ടാക്കിയിട്ടിട്ട് അത് കാണുമ്പോഴൊരു എന്താ പറയേണ്ട ഒരു വൈബ് വേറെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ നിങ്ങൾക്ക് തംബ്ലെയിൻ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഒരു ക്രിസ്മസിൻ്റെ സ്റ്റാറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതും കുറഞ്ഞ ചിലവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഒരു കേസിംഗ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. കേസിംഗ് ക്യാപ്പിൻ്റെ ഒരു സൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്താണ് ഞാൻ നമ്മുടെ LED സ്ട്രിപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിലുള്ള ശകലം പൊങ്ങിയിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്കിത് വേണ്ട നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം 5 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഈ 5 ഇഞ്ച് നീളത്തിൽ ഞാൻ ഏകദേശം 6 പീസുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ 5 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒരു V ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം വീതി വരുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരുന്ന ഒരു 4 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 3ൻ്റെയും ഒരു V ഷേപ്പിൻ്റെ ഈ എൻഡിലത്തെ നീളം വരുന്നത് 4 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ചാണ് എല്ലാത്തിൻ്റെയും വരുന്നത്. ഇനി നമുക്കിതെല്ലാം ഇവിടെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഈ 4 ഇഞ്ച് നമുക്ക് ഇവിടെയും കിട്ടണം. ഇവിടെയും കിട്ടുമ്പോഴായിരിക്കും കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഏകദേശം 4 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് താഴ്വശത്ത്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ വാലറ്റോട് നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി എല്ലാം കട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മെറ്റീരിയലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം 4 സൈഡിലും പശയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. കറക്റ്റ് അലൈൻമെൻറ്റ് വെച്ചിട്ട്. പെട്ടെന്ന് ഒട്ടും ഈ സാധനം ഒട്ടിക്കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ പെട്ടെന്ന് ഇത് ഒട്ടിക്കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ ഏകദേശം സ്ട്രക്ചർ നമുക്ക് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് LED സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പാണ്. LED സ്ട്രിപ്പ് ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി ബാലൻസ് വന്ന ഞാൻ എടുത്തിട്ടിരുന്നതാണ്. ഇതാണ് ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്കിതിന് ചെറിയൊരു പശ ഉണ്ട്. ആ പശ പുറകിലത്തെ ആ ടേപ്പിളായി കഴിഞ്ഞാൽ പശ വെച്ച് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഏതാണ്ട് ഇതാണ് ഇതിൻ്റെ കട്ട് ചെയ്യേണ്ട പോയിൻ്റ് കേട്ടോ. എൻ്റെ ഇവിടെ കണ്ടോ, എൻ്റെ ഇവിടെ കണ്ടില്ലേ? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് ഇതാണ്. നമുക്ക് ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ LED സ്ട്രിപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുക്കാം. വളരെ സിമ്പിളാണിത്. ഒരു സോൾഡിങ് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാ LED സ്ട്രിപ്പ് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. LED സ്ട്രിപ്പ് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ലൈനെല്ലാം ഒരുമിച്ച് സോൾഡ് ചെയ്യേണ്ടി വന്നു. ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെ മടക്കി കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ അതൊരു വൃത്തികേടാണല്ലോ എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇത് നമുക്ക് സോൾഡ് ചെയ്യാൻ സിമ്പിളാണ്. ഈ പോസിറ്റീവും നെഗറ്റീവും ഇതേ ലൈൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും റീസോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റാർ ഡാൻസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് റീലിനകത്ത്. ആ റീൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളൂടെ ഇതിനകത്ത് കൊടുക്കാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റാർ ഡാൻസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ പുറകിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പുറകെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ 12 വോൾട്ടിൽ പോകുന്ന ലൈൻ നമുക്ക് ഇതുവഴി പുറത്തോട്ട് എടുക്കാം. ഈ ലൈനിലോട്ട് പോകുന്ന LED ലൈൻ നമുക്ക് ഇതിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ പോസിറ്റീവിലേക്ക് ഇതിൻ്റെ പോസിറ്റീവിലോട്ട് തന്നെ കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നെഗറ്റീവിലേക്ക് അപ്പുറത്തേലും കണക്ട് ചെയ്യാം. അങ്ങനെ അത് രണ്ട് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലോട്ട് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നല്ലതായിട്ട് ഇവിടെ ഉറച്ചിരിക്കാൻ വേണ്ടി നമുക്ക് കേബിൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം, പക്ഷേ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗ്ലൂ വെച്ച് ഒട്ടിക്കാത്തത്. ഒരെണ്ണം കൊടുത്താൽ മതിയാവും തോന്നുന്നു. നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണും, ഇത് നമ്മുടെ സാധാരണ LED സ്ട്രിപ്പാണ് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അത് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണ്. എന്നിട്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് തന്നെ നെഗറ്റീവ് പോസിറ്റീവ് ലൈനൊക്കെ നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ലൈൻ ജോയിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു മൊഡ്യൂളാണ് ഇത് കണക്ക് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ബൾബിനെയും സാധാരണ നോർമൽ ബൾബിനെയും ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഒരു മൊഡ്യൂൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ റീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് LED സ്റ്റാർ ഏത് രീതിയിൽ നമുക്കിത് കത്തണം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം, കണക്ഷൻ കൊടുത്തു നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിന് വേണ്ടി ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് ഇതിൻ്റെ റെഡിലോട്ട് നമുക്ക് കൊടുക്കാം. നെഗറ്റീവ് ലെഗ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാർ മിന്നി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്റ്റാർ കത്തിയിരിക്കുകയാണ്. ഇതിന് നല്ല വെട്ടമുണ്ട്, പക്ഷേ ഈ ഒരു ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും ക്യാമറയ്ക്ക് അത് അത്രയും കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ നോക്കി, എന്തായാലും ഇരുട്ടാകുമ്പോൾ ഒന്നുകൂടെ ഇതിൻ്റെ കത്തിച്ചിട്ട് ഔട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കത്തിയിരിക്കുന്നത് നോർമൽ നമ്മൾ കത്തിക്കിടന്ന രീതിയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്വിച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മോഡ് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു ഫ്ലിക്കറിങ് വന്നിരിക്കുന്നുണ്ടോ? ഇതൊരു മോഡാണ് ഇതിൻ്റെ. ഈ മോഡിൻ്റെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇതിനകത്ത് ഈ സ്വിച്ചിനകത്ത് ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ഒന്ന് സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് വരുന്നേ. ഇപ്പോൾ തീരെ കുറഞ്ഞു, ഇപ്പോൾ അതിലും കുറഞ്ഞു. എന്നിട്ട് നമുക്ക് അടുത്ത മോഡിലോട്ട് സ്വിച്ച് ചെയ്യാം. ഈ ബാക്കിലത്തെ ഈ സ്വിച്ച് ഞെക്കിയാൽ മതി. ഇത് വേറൊരു മോഡാണ്. ഇങ്ങനെ ഏറിയും കുറഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് മോഡ്. ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു മോഡിൻ്റെ സ്പീഡ് ഈ ഒരു മോഡിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വേറൊരു മോഡ്. ഇതങ്ങനെ ഏറിയും കുറഞ്ഞിരിക്കുന്ന ഒരു മോഡാണ്. ഇതൊരു ഫ്ലിക്കർ ചെയ്യുന്ന മോഡാണ്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. ഉണ്ടോ, ഇത് സ്പീഡ് കൂട്ടുമ്പോൾ ഇങ്ങനെയാണ് കത്തുന്നത്. ഇത് മറ്റൊരു മോഡ്. ഇതിനകത്ത് എനിക്കൊന്ന് 5ഓളം മോഡുകൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർ ഇതുകൊണ്ടൊരു സ്റ്റാറൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇതുകൊണ്ട് ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് സ്റ്റാർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലാണ് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കാൻ ആർക്കും പറ്റും, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കടയിൽ നിന്ന് മേടിക്കാം. പക്ഷേ ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരെണ്ണം ഉണ്ടാക്കിയിട്ടിട്ട് അത് കാണുമ്പോഴൊരു എന്താ പറയുക, ഒരു വൈബ് വേറെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.